ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനിസ. ഇന്ന് നമ്മൾ ലഡാക്ക് സീരീസിൻ്റെ പാർട്ട് 2 ആണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഹണ്ടർ എന്ന സ്ഥലത്തെ വിശേഷങ്ങളാണ്. അവിടുത്തെ ബാക്ട്രിയൻ ക്യാമൽസിനെയും കോൾഡ് ഡെസേർട്ടിനെയും എല്ലാമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഹണ്ടറിൽ നിന്ന് പാങ്കോങ്ങിലേക്ക് പോകുന്ന വിശേഷങ്ങളും പാങ്കോങ്ങിലെ വിശേഷങ്ങളും എല്ലാമാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ BRO, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ലഡാക്കിലെ റോഡുകൾ നിർമ്മിക്കുന്നത്. ഈ ഒരു സൈൻ ബോർഡ് കണ്ടില്ലേ? ഇതുപോലെ അനവധി സൈൻ ബോർഡുകൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ലഡാക്കിനും ഇടയിലുള്ള റോഡുകളെല്ലാം നമുക്ക് കാണാനായി സാധിക്കും. ഇത് സ്ഥാപിച്ചിട്ടുള്ളതും BRO തന്നെയാണ്. നമ്മളെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യും, എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ സൈൻ ബോർഡുകൾ. എപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നൊരിടമാണ് ലഡാക്ക്. അങ്ങനെ റോഡുകൾ നശിപ്പിക്കുമ്പോഴും വീണ്ടും വീണ്ടും റോഡുകൾ ഉണ്ടാക്കി ജനങ്ങളെ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നതും ഇവർ തന്നെയാണ്. ഈ റോഡ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ റോഡുണ്ടോ എന്ന്. എന്നാൽ അവിടെ റോഡുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച കർദൂങ്ല പാസിൽ നിന്ന് നുബ്ര വാലിയിലേക്ക് വരുമ്പോൾ ആ റോഡിൻ്റെ അരികിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഷ്യോക്ക് നദി. ആ നദി കര കവിഞ്ഞൊഴുകുമ്പോൾ ഈ ഭാഗത്തെല്ലാം വെള്ളം വന്നു. ആ വെള്ളത്തിൻ്റെ കൂടെ എത്തിയ കല്ലുകളെല്ലാം ഇവിടെ കിടന്നു. അങ്ങനെ ആ റോഡ് അവിടെ നിന്ന് മാഞ്ഞുപോയി. ഇത്രയും നേരം കണ്ടില്ലേ? എന്ത് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമാണ് നമ്മൾ ഇവിടെ വരെ എത്തുന്നത്. എന്നാൽ ഇപ്പം കണ്ടില്ലേ, ആ വണ്ടിയിൽ നിന്നൊരു പ്ലാസ്റ്റിക് കവർ വലിച്ചെറിഞ്ഞു. ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ദൂരം വന്നിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരിടത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ വലിച്ചെറിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ എല്ലാം മലിനമായിട്ടുണ്ടാകും. അവിടെ പിന്നെ ഒരു പ്ലാസ്റ്റിക് കൂമ്പാരം തന്നെ ഉണ്ടാകും. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ നിന്ന് മാഞ്ഞു പോകും. ഇതിലേത് വേണമെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിനോടൊപ്പം പ്രവർത്തിക്കുകയും വേണം. ഇതാണ് പാങ്കോങ് സോ. സോ എന്ന് പറഞ്ഞാൽ ടിബറ്റൻ ഭാഷയിൽ തടാകം എന്നാണ് അർത്ഥം. പാങ്കോങ് സോ ഇസ് വേൾഡ്സ് ഹയസ്റ്റ് സലൈൻ വാട്ടർ ലേക്ക്. ഇതൊരു ഉപ്പുവെള്ള തടാകമാണ്. അതുപോലെ ഇതിൻ്റെ 40% ഇന്ത്യയിലും ബാക്കി 50% ചൈനയിലും ബാക്കിയുള്ള 10% ഇതിൻ്റെ ബോർഡറിലുമായിട്ടാണ് വരുന്നത്. ചൈന, ഇന്ത്യ, LOC ആ ഒരു പ്രദേശത്തായിട്ടാണ് ഈ ഒരു ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 Idiots എന്ന സിനിമയിൽ നിന്നാണ് ആ ഒരു സിനിമയിൽ കാണിക്കുന്ന ലേക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാങ്കോങ് സോ ആണ്. ആ സിനിമയ്ക്ക് ശേഷമാണ് ഇത് ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയത്. അതുപോലെ തന്നെ ഈ ലേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് പല കളറായിട്ട് ഇതിനെ മാറി കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് നീലയായിരിക്കാം, പക്ഷെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ അത് പച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ വേറെ പല ലേക്കുകളും ഫേമസ് ആയി വരുന്നുണ്ട്. അതിൽ പലതും ഷോ മൊറേരി, ഷോക്കർ പോലുള്ള മറ്റ് തടാകങ്ങളും ഇതുപോലെ തന്നെ ഫേമസ് ആയി വരുന്നുണ്ട്.